ഹായ് ഹലോ ഇന്നത്തെ വീഡിയോയിൽ വളരെ സിമ്പിളായിട്ടും അതുപോലെ തന്നെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചീസ് കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കണമെന്ന് കണ്ടാലോ. അതിനായിട്ട് മിൽക്കി മിസ്റ്റിൻ്റെ 200 ഗ്രാമുള്ള ക്രീം ചീസാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത്. അത് മുഴുവനായിട്ടും ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ക്രീം ചീസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഫ്രിഡ്ജിൽ നിന്നും പുറത്തെടുത്ത് വെച്ചിട്ട് വേണം കേട്ടോ അത് യൂസ് ചെയ്യാനായിട്ട്. റൂം ടെമ്പറേച്ചറിലായിട്ട് വേണത് നമുക്ക് ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കേണ്ടത്. ഒരു 2-3 മിനിറ്റ് നേരം ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ പഞ്ചസാരയും ചീസൊക്കെ നല്ല പോലെ തന്നെ നമ്മൾ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കണം. 3 മുട്ടയാണ് കേട്ടോ ഇവിടെ എടുത്തിരിക്കുന്നത്. മുട്ട ചേർത്ത് കൊടുക്കുമ്പോൾ ഓരോ മുട്ട ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ആദ്യം ഒരു മുട്ട ചേർത്ത് കൊടുക്കുക, എന്നിട്ട് ബീറ്റ് ചെയ്തെടുക്കുക, എന്നിട്ട് അടുത്തതായിട്ട് അടുത്ത മുട്ട ചേർത്ത് കൊടുക്കുക. അങ്ങനെ ഒരുമിച്ച് മുട്ട ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കരുത് കേട്ടോ. ഇനി ഇതിലേക്ക് 2 ടീസ്പൂണ് മൈദയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. മൈദക്ക് പകരം കോൺഫ്ലോറും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം 1 ടീസ്പൂണ് വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആക്കി ഇട്ടിട്ടുണ്ട്. ഈ ഒരു സമയം തന്നെ ഞാനിവിടെ ഓവൺ പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു 150 ഡിഗ്രിയിൽ 10 മിനിറ്റ് നേരം. ഇനി നമുക്കിതൊരു ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഓവനിൽ വെച്ചിട്ട് ഒരു 150 ഡിഗ്രിയിൽ 30 മിനിറ്റ് നേരം ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ അതാ മേൽഭാഗമൊക്കെ നല്ലപോലെ തന്നെ നമുക്ക് കരിഞ്ഞതായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതൊരു സാൻ സെബാസ്റ്റ്യൻ കേക്ക് ആയതുകൊണ്ട് തന്നെ മേൽഭാഗം ഒന്ന് മൊരിച്ചെടുക്കണം കേട്ടോ. അങ്ങനെ ചൂടാറിയതിന് ശേഷം കേക്ക് ടിന്നിൽ നിന്നും മാറ്റിയെടുത്തിട്ടുണ്ട്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇനി ഇതൊന്ന് കട്ട് ചെയ്തിട്ടും കൂടി കാണിച്ചു തരാം. ടേസ്റ്റും അതുപോലെ തന്നെ സോഫ്റ്റും ആണ് കേട്ടോ ഈ കേക്ക്. ഇനി നമുക്ക് ഒരു പീസ് ഇതുപോലെ പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഏതെങ്കിലും ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഡാർക്ക് കോമ്പൗണ്ട് മെൽറ്റ് ചെയ്തിട്ടോ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ കേക്കിന്. അപ്പോൾ എല്ലാവരും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ബൈ.